ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മളൊക്കെ നമ്മളെ എക്സാമുകൾ ഒരുപാട് തരത്തിലുള്ള PSC എക്സാമുകൾ വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത മാസത്തെ ഒരു കലണ്ടർ കൂടെ കഴിഞ്ഞ ദിവസം PSC ഇറക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു എക്സാം കലണ്ടറും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള അതായത് ആ എക്സാം കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നടത്തുക. ആ പ്രിപ്പറേഷനൊക്കെ പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ട് നല്ല രീതിയിലൊരു ജോലിയിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട ചില ഇപ്പോൾ കഴിഞ്ഞ പല റാങ്ക് ലിസ്റ്റ് വന്നു, അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരു ഭാഗത്തൂടെ നമ്മളെ കാര്യങ്ങൾ എപ്പോഴും സേഫ് ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. നല്ലൊരു മാർക്കൊക്കെ സ്കോർ ചെയ്തുകൊണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ഒക്കെ നന്നായി നടത്താം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം, നമ്മളെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു എക്സാമിന് കൂടുതലായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. എന്നാലും മൊത്തമായിട്ട് സ്റ്റേറ്റ്മെന്റ് അല്ല കൂടുതലും. അപ്പൊ അതിലും എന്തുണ്ട്, വൺ വേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതിലുണ്ട്. പക്ഷെ വൺ വേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഒന്ന് ഇരുത്തി ആലോചിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം ഓരോ ചോദ്യങ്ങൾ. ഇന്ന് നമുക്കൊരു കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വെൽത്ത് മാക്സിമൈസേഷൻ ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ. ഇതാണ് ചോദ്യം. വെൽത്ത് മാക്സിമൈസേഷൻ ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ആണ് ചോദ്യം. 4 ഓപ്ഷനോട് കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ്, ടൈമിംഗ് ഓഫ് ആന്റിസിപ്പേറ്റഡ് റിട്ടേൺ, റിസ്ക് അസോസിയേറ്റഡ് വിത്ത് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ, ഓൾ ഓഫ് ദി എബോവ്. ഇതാണ് 4 ഓപ്ഷൻ. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ ഏതാന്നുള്ളത് അല്ലെ. ഏതാണ്? യെസ്, ഓൾ ഓഫ് ദി എബോവ്. ഇതൊക്കെ തന്നെയാണ് അല്ലെ. വെൽത്ത് മാക്സിമൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വെൽത്ത് മാക്സിമൈസേഷൻ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താവുന്ന, എമൗണ്ട് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് വരും, ടൈമിംഗ് ഓഫ് ആന്റിസിപ്പേറ്റഡ് റിട്ടേൺ വരും, റിസ്ക് അസോസിയേറ്റഡ് വിത്ത് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ ഇതും വരും. അതായത് ഇത് മൂന്നും അത് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് ഓൾ ഓഫ് ദി അബോവ്. ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. ദി NPV ആൻഡ് IRR ഗിവ്സ് കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ട് ഡ്യൂ ടു. ഇതാണ് ചോദ്യം. നമുക്കറിയാം NPV നെറ്റ് പെർസെന്റ് വാല്യൂം ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും ആണെന്ന് അറിയാം IRR അല്ലെ. അപ്പോ NPV IRR, അവിടെ NPV എന്താണ്, നെറ്റ് പ്രസന്റ് വാല്യൂ ആണ്. IRR ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും ആണെന്ന് നമുക്കറിയാം. ഇനി ഗിവ് കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ട് ഡ്യൂ ടു എപ്പോഴാണ് ഉണ്ടാവുന്നത്? എപ്പോഴാണ്? കോസ്റ്റ് ഓഫ് ദി പ്രൊജക്ട് ഡിസ്പാരിറ്റി, ലിസ്റ്റ് ഓഫ് ദി പ്രൊജക്ട് ഡിസ്പാരിറ്റി, പാറ്റേൺ ഓഫ് ദി ക്യാഷ് ഫ്ലോ ഡിസ്പാരിറ്റി, ഓൾ ഓഫ് ദി എബോവ്. ഇവിടെയും ഏത് തന്നെയാണ്? ഡി തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഇതൊക്കെ ആയിട്ടും വരാം. അതായത് കോസ്റ്റ് പെർ പ്രൊജക്ട് ഡിസ്പാരിറ്റിയിലൂടെ വന്നേക്കാം, അല്ലെങ്കിൽ ലൈഫ് ഓഫ് ദി പ്രൊജക്ട് ഡിസ്പാരിറ്റിയിലൂടെ വന്നേക്കാം, അതും അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് ദി ക്യാഷ് ഫ്ലോ ഡിസ്പാരിറ്റിയിലൂടെയും എന്ത് വന്നേക്കാം, അവിടെ കോൺഫ്ലിക്റ്റിംഗ് വന്നേക്കാം. ഓക്കെ, നോക്കിയേ എന്താണ് അവിടെ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കൂ, conflicting ranks between net present value and the internal rate of return happen when comparing mutually exclusive project due to difference in a project scale, operation lifespan and cash flow timing. ഇവിടെ എങ്ങനെയാണ് നമ്മൾ അവിടെ കമ്പയർ ചെയ്യുന്നത്? എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? എന്ത് വെച്ചിട്ട്, ഏത് ബേസ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഒന്ന് എന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട് ഡ്യൂ ടു ഡിഫറൻസ് ഓഫ് ദി പ്രൊജക്ട് സ്കെയിൽ. ഒന്നാമത്തത് പ്രൊജക്ട് സ്കെയിലിന്റെ ഡിഫറൻസ്, അത് കോസ്റ്റ് ആണ്. പിന്നീട് ഓപ്പറേഷൻ ലൈഫ് സ്പാൻ, പിന്നീടോ ക്യാഷ് ഫ്ലോ ടൈമിംഗ്. ഇത് മൂന്നും വെച്ചാണ് അവിടെ എന്ത് ചെയ്തത്, ഇവ രണ്ടും കൂടി കമ്പയർ ചെയ്യുന്നതും കൂടി അവിടെ സൂചിപ്പിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. ഇങ്ങനെയും ചോദിച്ചേക്കാം. അതായത് ഇവിടെ ഫീച്ചർ കാണാനും നോട്ട് എ ഫീച്ചറും എന്നിങ്ങനെ രണ്ട് രീതിയിൽ ചോദ്യം ചോദിച്ചേക്കാം. ഒന്ന് ചിലപ്പം 3-4 ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ഫീച്ചർ മാത്രം തിരഞ്ഞെടുക്കാനും, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 അതിന്റെ ഫീച്ചർ ആയിരിക്കാം, ഒന്ന് അല്ലാത്തതായിരിക്കും, അത് തിരഞ്ഞെടുക്കാനും വന്നേക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്താവാം, സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പൊ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ ഫീച്ചർ തിരഞ്ഞെടുക്കാനാണോ അല്ലെങ്കിൽ നോൺ ഫീച്ചർ തിരഞ്ഞെടുക്കാനാണോ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ എന്തൊക്കെയാ 4 ഓപ്ഷൻ? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ്, ഒന്നാമത്തത്. പിന്നീടോ ഇറ്റ് ഇസ് സിംപ്ലി എ മെത്തേഡ് ഓഫ് കോസ്റ്റ് റിക്കവറി ആൻഡ് നോട്ട് ഓഫ് പ്രോഫിറ്റബിലിറ്റി. പിന്നെ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദി ടൈം വാല്യൂ ഓഫ് മണി. പിന്നീട് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദി പ്രൊജക്ട്. ഇതാണ് 4 ഓപ്ഷൻ. അപ്പോ എന്തിന്റെയാണ് ഇവിടെ നോട്ട് എ ഫീച്ചർ? പേ ബാക്ക് പീരീഡിന്റെയാണ്. ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ, പേ ബാക്ക് അല്ലെ. എന്താണ്? ബാക്ക് ചെയ്ത് വാങ്ങാണ്, പേ ബാക്ക് ആണ്.
ഓക്കെ, അപ്പൊ ഏതായിരിക്കും അതിൽ ഫീച്ചർ അല്ലാതിരിക്കുക? നോക്കാം നമുക്ക്. യെസ്, ഏതാണ്? എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? ഏതാണ്? എ ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് എ എങ്ങനെയാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ള കാര്യം നോക്കണ്ടേ? യെസ്, ഓക്കെ. ദി പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഈ സിംപ്ലിസിറ്റി ആണ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു? ഇവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പോൾ ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് അല്ല, പേ ബാക്ക് പീരീഡിന്റെ വൺ ഓഫ് ദി പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലിസിറ്റി ആണ്. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാനും സിമ്പിൾ ആയിട്ട് അവ കണ്ടുപിടിക്കാനും വേണ്ടി പറ്റും. It is one of the easiest capital budgeting technique to understand and calculate as it merely measure of number of years required for an investment initial cost to be recovered from its cash inflow. കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? അതായത് കറക്റ്റ് ആയിട്ട് അവിടെ, അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ് അല്ലെങ്കിൽ ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? അണ്ടർസ്റ്റാൻഡ് ചെയ്യാം അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത്? അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ്, എത്രത്തോളം വർഷം വേണം എന്തിനു വേണ്ടിയിട്ട്? ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യൽ കോസ്റ്റ് റിക്കവേർഡ്, അതായത് അതിന്റെ ക്യാഷ് ഇൻഫ്ലോയിൽ നിന്നുണ്ടാവുന്ന ആ ഇനീഷ്യൽ കോസ്റ്റിനെ റിക്കവേർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് ആവശ്യമാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് എന്തിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്? പേ ബാക്ക് പീരീഡിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഇനി സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ഈസ് ഇൻകറക്റ്റ്. ഇപ്പൊ വെരി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻകറക്റ്റ് ആയിട്ട് ഇവിടെ വന്നേക്കാം നമുക്ക്. ദെൻ മേക്കിംഗ് ഇറ്റ് ഈസ് റൈറ്റ് ചോയ്സ് ഓഫ് വിച്ച് ഈസ് നോട്ട് എ ഫീച്ചർ, അതായത് ആ ചോദ്യത്തിലാണ് അതിന്റെ ഉത്തരം ഉള്ളത്. എന്താ? ഇവിടെ ഫീച്ചർ അല്ലാത്തതെന്നാണ് അവിടെ ചോദിച്ചത്. അതുകൊണ്ടാണ് ആ ചോദ്യം വായിച്ചിട്ട് കൃത്യമായാലും നമുക്ക് എന്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ? ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ചോദ്യത്തിലും ഇതേപോലെ എന്തുണ്ടാവും? കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചോദ്യം കൃത്യമായിട്ടും വായിക്കണം. ഓക്കെ, നെക്സ്റ്റ് തിങ്ക് വിച്ച് among the following is not a part of investment decision in financial management? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, 3 തരത്തിലുള്ള ഡിസിഷൻ ആണ്. നമുക്കത് പറയാം. നമുക്ക് ഏതായിരിക്കാം? ഇൻവെസ്റ്റ്മെന്റ് ഈസ് ബോത്ത് ഫിക്സ്ഡ് ആൻഡ് കറണ്ട് അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറണ്ട് അസറ്റ്, ബോത്ത് എ ആൻഡ് ബി, ഇൻവെസ്റ്റ്മെന്റ് ഈസ് ലോങ് ടേം അസറ്റ്. ഇവിടെ നോക്കിയേ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് പറയാൻ 3 എണ്ണം ഉണ്ട്. ഏതാണ്? ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, പിന്നെ ആ ഫിനാൻഷ്യൽ ഡിസിഷൻ ഉണ്ട് അല്ലെ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ വരുന്നുണ്ട് അവിടെ, ഫിനാൻഷ്യൽ ഡിസിഷൻ വരുന്നുണ്ട് അവിടെ, ഡിവിഡൻഡ് ഡിസിഷനും വരുന്നുണ്ട് അല്ലെ? ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻസ്, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷൻ, ഇങ്ങനെ ഡിസിഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളോട് പ്രത്യേകം ചോദിച്ചിരിക്കുന്നത് ഏതാ? ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. അപ്പൊ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഏതാ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബോത്ത് ഫിക്സഡ് ആൻഡ് കറണ്ട് അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറണ്ട് അസറ്റ്, ബോത്ത് എ ആൻഡ് ബി, ഇങ്ങനെയും ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പൊ ഇവിടെ ഏതാ ആൻസർ വരിക? സി ആണ് അല്ലെ? സി ആണ് അവിടെ എന്ത് വരിക? ആൻസർ ആയിട്ട് വരുന്നത് ഏതാ? സി ആണ്. നോക്കൂ, അവിടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഉണ്ട്. നോക്കിയേ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. അവിടെ അലോക്കേഷൻ ഓഫ് ഫണ്ട് ടു ഫിക്സഡ് ആൻഡ് ലോങ് ടേം അസറ്റ്, ലോങ് ടേം അസറ്റ് ഓഫ് ഫിക്സഡ് അസറ്റിലൊക്കെ വേണ്ടിയിട്ടുള്ള ഫണ്ട് അലോക്കേഷൻ ആണ് നമ്മൾ അവിടെ എന്ത് പറയുന്നത്? ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയാം. അപ്പൊ മെഷീനറിയോ ബിൽഡിംഗ്, ലാൻഡ് തുടങ്ങിയ കാര്യങ്ങൾ. ഇനി അടുത്ത ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. അത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ മുകളിലാണ് കാണുക. അത് കറണ്ട് അസറ്റിന്റെ മുകളിൽ, അതായത് ഇൻവെന്ററി, ക്യാഷ്, റിസീവബിൾ തുടങ്ങിയ കാര്യത്തിന്റെ മുകളിലാണ് എന്ത് കാണുക? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് കാണുക. അപ്പൊ ഇത് രണ്ടും അവിടെ എന്തിൽ പെടുന്നുണ്ട്? ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഉണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും അവിടെ ഉണ്ട്. ഓക്കെ, ദെൻ വിച്ച് ഡിസിഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജർ ഡിറ്റർമൈൻസ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദി ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് എ എന്റർപ്രൈസ്? ഇതാണ് ചോദ്യം. നോക്കിയേ, ഡിവിഡൻഡ് ഡിസിഷൻ, ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആൻഡ് ഫിനാൻസിങ് ഡിസിഷൻ. ആരാ കണ്ടുപിടിക്കുന്നത്? ഫിനാൻസ് മാനേജർ ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ? അയാളുടെ എന്താണ്? അയാളാണ് എന്ത് ഡിസിഷൻ എടുക്കുന്നത്? എന്തുമായിട്ടാ? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദി ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദി എന്റർപ്രൈസ്. ഒരു എന്റർപ്രൈസിന്റെ ഫിനാൻഷ്യൽ റിസ്ക്കും അതേപോലെ അതിന്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ ഇതിൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? യെസ്, ഏതാണ്? ഡി ആണ് അല്ലെ? ഫിനാൻസിങ് ഡിസിഷൻ ആണ് അല്ലെ? ഏതാണ്? ഫിനാൻസിങ് ഡിസിഷൻ ആണ് തിരഞ്ഞെടുക്കുക. ഓക്കെ, നോക്കിയേ, ദി ഫിനാൻഷ്യൽ ഡിസിഷൻ ഡിറ്റർമൈൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം, ദി ഒപ്റ്റിമൽ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി യൂസ്ഡ് ടു ഫിനാൻസ് ഓപ്പറേഷൻ ആൻഡ് അസറ്റ് അല്ലെ? ഒരു ഫിനാൻസ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫേമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ അവിടെ കിട്ടും. അവിടുന്ന് നമുക്ക് എത്രത്തോളം ഡെറ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട് എന്നും കൂടി
അവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നമുക്ക് രണ്ട് തരത്തിൽ നോക്കാം. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഫിനാൻഷ്യൽ റിസ്ക്കും നമുക്ക് ചർച്ച ചെയ്യാം. എന്താ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? WACC എന്നാണ് പറയാ. ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ക്യാരി ഡിഫറെന്റ് കോസ്റ്റ്. By deciding the ratio between debt and equity, the finance manager sets the weighted average cost of capital for the entire enterprise. അവിടെ എന്ത് കണ്ടുപിടിക്കും? അവിടെ weighted average cost of capital കൂടി അവിടെ എന്ത് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൂടാതെ ഫിനാൻഷ്യൽ റിസ്ക് എന്താണ് നോക്കിയേ. യൂസിങ് ഡെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻസ്. ഹയർ ഡെറ്റ് levels increase the firm's leverage, which directly elevate its financial risk, the risk of default or inability to meet fixed interest expense. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എന്ത്? അവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നും ഫിനാൻഷ്യൽ റിസ്ക് എന്താണെന്നും അവിടെ സൂചിപ്പിക്കും. ഓക്കെ, അവിടെ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയാൻ നമുക്കറിയാം ഡെപ്റ്റ് ആണ് അല്ലെ, കടമാണ്. നമുക്ക് അവിടെ കൂടുതലായിട്ട് വരുമ്പോൾ ഹയർ ഡെറ്റ് ലെവൽ ഇൻക്രീസ് ദ ഫേംസ് ലീവറേജ്. അവിടെ എന്താ ഹയർ ഡെപ്റ്റ് വരുന്ന സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ് അവിടെ നമ്മളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഉണ്ടാവുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. ശരി, അപ്പൊ അതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുന്ന ദിവസവും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചോദ്യവും ആൻസറുമായിട്ട് വരാം. നമ്മളെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനുകളും എക്സാമുകളൊക്കെ ആയിട്ട് കൂടുതൽ ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തുന്നവരാണെങ്കിൽ കൃത്യമായിട്ടും നമ്മളെ ബാച്ചിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അവിടെ മേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളെ പുതിയ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മളെ ബോർഡ് നമ്പർ ആയ 89 21 44 05 80 എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി വരുന്ന ദിവസം ഇതേപോലുള്ള കൂടുതൽ MCQs ആയിട്ടും കൂടുതൽ നമ്മളെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ്, നമുക്കറിയാം നമ്മളെ ചാനലിൽ തന്നെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സബ്ജക്റ്റും ഡിഫറെന്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്തുകൊണ്ട് അവിടെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. എല്ലാ ഡൗട്ടുകളും തീർത്തുകൊണ്ട് എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം? STO എന്നതിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. വരുന്ന ദിവസം വീണ്ടും കാണാം. കൂടാതെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ STO ആയിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടി താഴെ അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.